ഹലോ, ഒരു അവൻ ഉപയോഗിക്കുന്ന വീട്ടില് ഇതിലും എളുപ്പത്തിലൊരു റെസിപ്പി വേറൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കടകളിലെ താരം നാൻ കട്ടയാണ് ഇന്നത്തെ വിഭവം. അതിന് വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിൽ എടുത്ത ബട്ടർ ഉണ്ട്, പിന്നെ മൈദയാണ്, അത് ഏകദേശം ഒരു 1/2 കപ്പ്, പിന്നെ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചതെടുത്തിട്ടുണ്ട്, പിന്നെ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത കാഷ്നട്ട്സ് ആണ്. ഇത് ഓപ്ഷണലാണ്, ഇത് നിർബന്ധമില്ല ചേർക്കണമെന്ന്. ഈ 3 വിഭവം മാത്രം മതി നമ്മുടെ നാൻകട്ട റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാൻ നാൻകട്ടയ്ക്കുള്ള മാവ് തയ്യാറാക്കി വെക്കാം. അങ്ങനെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പുട്ടുമാവിനേക്കാളും ഒരല്പം കൂടി ഈർപ്പം തോന്നണം. ഇതിനകത്ത് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, ആ ബട്ടർ ചേർത്താണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിന് കിട്ടണം. ഇനി ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഒരു ബട്ടർ പുരട്ടിയ ട്രേയിലേക്ക് ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ ബോൾസിനിടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടോണം. ഇത് ബേക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് വികസിക്കും. ഇത് ഒരു 20 മിനിറ്റിനുള്ളിൽ ഉള്ള ബേക്കിംഗ് ടൈം മാത്രമേ എടുക്കുകയുള്ളൂ. ഒരു 150 ഡിഗ്രി മുതൽ 180 ഡിഗ്രിക്ക് അകത്ത് വെച്ച് ചൂടാക്കിയാൽ ഇത് ഓരോരുത്തരുടെ അവനനുസരിച്ച് മാറും. അതൊന്ന് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. മൈദ, വെണ്ണ, പഞ്ചസാര, ഏലക്കയും പൊടിച്ചത് അത് കൂട്ടി യോജിപ്പിച്ച മിശ്രിതത്തിലേക്ക് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത കാഷ്യൂ ചേർക്കുന്നതിന് മുമ്പ് കുറച്ചൊരു ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് ഞാൻ മറ്റൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗുൽഖണ്ഡ് ചേർക്കുകയാണ്. ഗുൽഖണ്ഡ് എന്ന് പറയുന്നത് റോസ് പെറ്റൽസും കൽഖണ്ഡവും പിന്നെ നമ്മുടെ ഏലക്കയൊക്കെ ചേർത്ത് വരുന്ന ഒരു ആയുർവേദ മരുന്നാണ്. അത് സ്റ്റോറുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് ഗുൽഖണ്ഡ്. അപ്പൊ ഇതുകൂടി ചേർത്ത് വേറൊരു തരം ഫ്ലേവറിലേക്കും കൂടി ഞാൻ നാൻകട്ട അല്ലെങ്കിൽ ഒരു കുക്കീസ് ഉണ്ടാക്കാൻ പോവാണ്. അടുത്ത ഗുൽഖണ്ഡിന്റെ ഫ്ലേവറിലുള്ളതും ഞാൻ അവനിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഒരു OTG ആണ്, കൺവെൻഷണൽ ടൈപ്പ്. മൈക്രോവേവ് അവനിലും ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ റൗണ്ട് ആയിട്ടാണ് കുക്കീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ മുകളിൽ ഡ്രൈ റോസ്റ്റ് ചെയ്ത നട്ട്സും സാഫ്രോൺസും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാൻകട്ട എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ട്രേയിൽ നിന്നും ഞാൻ എല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലിട്ട് അടച്ച് സൂക്ഷിക്കാം. ഇനി ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ ഗുൽഖണ്ഡ് ചേർത്തതും കൂടി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അടുത്ത സെറ്റ് കുക്കീസും റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.